الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, സർട്ടാവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവും സദാസമയം നമ്മെ നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ വിധികളെയും വിലക്കുകളെയും പാലിച്ചു ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുനിയാവിൽ ഏറ്റവും ഖൈറായ ദിനം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ച അഫ്ദലു അയ്യാമി ദുനിയ, ദുനിയാവിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിനം എന്ന് പരിചയപ്പെടുത്തിയ റമദാനിലെ അവസാനത്തെ 10 നാം കൊടുക്കുന്ന അതേ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുള്ള ദുൽഹിജ്ജയുടെ ആദ്യത്തെ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോകുന്നത്. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും നന്മകൾ അധികരിപ്പിച്ച് പടച്ച റബ്ബിന്റെ ഇഷ്ടപാത്രങ്ങളായി മാറാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹജ്ജിന്റെയും ബലിയുടെയും ബലി പെരുന്നാളിന്റെയും ഒക്കെ സ്മരണകൾ അയവിറക്കപ്പെടുമ്പോൾ എടുത്തു പറയുന്ന ഒരു വ്യക്തിത്വമാണ് ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഒരു ദിവസം പോലും ഇബ്രാഹിം നബിയെ സ്മരിക്കാത്തതായിട്ടില്ല. അസ്ബഹ്നാ അലാ ഫിത്രത്തിൽ ഇസ്ലാം വഅലാ കലിമത്തിൽ ഇഖ്ലാസ് വഅലാ ദീനി നബിയിനാ മുഹമ്മദിൻ വഅലാ മില്ലത്തി അബീന ഇബ്രാഹീമ ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും നാം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണത്. ഇസ്ലാമിന്റെ ഫിത്രത്തിലും ഇഖ്ലാസിന്റെ കലിമത്തിലും ഞങ്ങളുടെ പ്രവാചകരായ മുഹമ്മദ് നബിയുടെ ദീനിലും ഞങ്ങളുടെ പ്രപിതാവായ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്തിലും ഞങ്ങളിതാ നേരം പുലരുന്നു എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം ഓരോ പ്രഭാതത്തിലേക്കും നാം കടക്കാൻ. ഓരോ പ്രദോഷത്തിലും അംസൈന അലാ ഫിത്രത്തിൽ ഇസ്ലാം എന്ന് മാറ്റം വരുത്തി നാം ചൊല്ലേണ്ടതായിട്ടുണ്ട്. സുന്നത്തും ഫർളുമായ നമസ്കാരങ്ങളിലെല്ലാം ഇബ്രാഹിം നബിയെ നാം സ്മരിക്കുകയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം. ഇബ്രാഹിമിന് കാരുണ്യം ചൊരിഞ്ഞതുപോലെ ഞങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് നബിക്കും നീ കാരുണ്യം ചൊരിയണമേ. വബാരിക് അലാ മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹിം. ഇബ്രാഹിമിനും ഇബ്രാഹിമിന്റെ കുടുംബത്തിനും നീ ബർക്കത്ത് ചൊരിഞ്ഞതുപോലെ ഞങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മേലും
അവിടുത്തെ കുടുംബത്തിനും നീ ബർക്കത്ത് ചൊരിയണമേ എന്ന് നാം ആവർത്തിച്ച് നമസ്കാരങ്ങളിൽ ഉരുവിടുകയാണ്. ഒരു ദിവസം 20 തവണ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ നാം ഓർക്കുന്നു എന്നുള്ളതാണ്. പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പറയുമ്പോൾ മുസ്ലിം ഉമ്മത്ത് പഠിക്കണം പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ ചരിത്രവും അവിടുത്തെ പ്രത്യേകതകളും അവിടുന്ന് കാണിച്ചു തന്ന ആ ഒരു വഴിയും ആ വഴിയെ മനസ്സിലാക്കിക്കൊണ്ട് നാം പിൻപറ്റേണ്ടതുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ, ദുനിയാവിൽ താങ്കളെ നാം തെരഞ്ഞെടുത്തിരിക്കുന്നു, പരലോകത്തും നാം തെരഞ്ഞെടുത്തിരിക്കുന്നു. വലഖദ് ആതൈനാ ഇബ്രാഹീമ റുശ്ദഹു മിൻ ഖബൽ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് അദ്ദേഹത്തിന്റെ വിവേകം നാം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോടൊക്കെ പറഞ്ഞ കൽപ്പന നിങ്ങളെല്ലാം മുസ്ലിമാകണം എന്നതാണ്. ഒരാൾ എങ്ങനെ മുസ്ലിമാകണം? ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് നീ മുസ്ലിമാകണം എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ എല്ലാ കൽപ്പനകളും അദ്ദേഹം പാലിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ഏറ്റവും നല്ല സത്യസന്ധനായി വാക്കുകൊണ്ടും വിശ്വാസം കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും അദ്ദേഹം മാറുകയും ചെയ്തു. അതുകൊണ്ട് ആ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് വസ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ, അദ്ദേഹം സിദ്ദീഖായിരുന്നു, സത്യസന്ധനായിരുന്നു. പടച്ച റബ്ബിന്റെ വഹ്ദാനിയത്തിനെ സത്യപ്പെടുത്തി ജീവിതത്തിൽ സത്യസന്ധത പുലർത്തി ജീവിച്ച ഒരാളായിരുന്നു. അതോടൊപ്പം നബിയുമായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് പറയുന്നത്. ഇദ് ജാഅ റബ്ബുഹു ബിഖൽബിൻ സലീം, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നല്ല ഒരു ഖൽബുൻ സലീം നൽകി എന്നാണ്. ഖൽബുഹു സലീമും മിനശ്ശിർകി വശുബഹി വൽഹസദി വന്നഖായിസ് വൽആഫാത്ത്, അദ്ദേഹത്തിന്റെ ഹൃദയം എല്ലാവിധ വിപത്തുകളിൽ നിന്ന്, കുറവുകളിൽ നിന്ന്, ഹസദിൽ നിന്ന്, അസൂയയിൽ നിന്ന്, സംശയങ്ങളിൽ നിന്ന്, ശിർക്കിൽ നിന്നെല്ലാം സലീമായ ഹൃദയമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ നിയോഗിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ വാക്ക് ഖുർആനിൽ കാണാം, ഇന്നി വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ് ഹനീഫൻ വമാ അന മിനൽ മുശ്രികീൻ, എന്റെ മുഖത്തെ ഞാനിതാ ആകാശ ഭൂമികളെ സംവിധാനിച്ച പടച്ച റബ്ബിലേക്ക് തിരിച്ചുവെക്കുകയാണ്. വമാ അന മിനൽ മുശ്രികീൻ, ഞാൻ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. ശിർക്കിന്റെ കൂടാരമായിരുന്നു അദ്ദേഹം ജനിക്കുന്ന കാലം. സ്വപിതാവ് സ്വന്തം കൈകൊണ്ട് വിഗ്രഹത്തെ നിർമ്മിക്കുകയും അത് വിൽപ്പന നടത്തുകയും ആരാധനകൾ അർപ്പിക്കുകയും ചെയ്ത ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. വിഗ്രഹങ്ങൾ തകർക്കപ്പെട്ട അവസ്ഥയിൽ കണ്ടപ്പോൾ ആളുകൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചു, ആരായിരിക്കും അത്? അപ്പോൾ അവരുടെ ഇടയിൽ ഉയർന്നു കേട്ട ഒരു പേരാണ് ഇബ്രാഹിം. സമിഅനാ ഫതൻ യദ്കുറുഹും യുഖാലു ലഹു ഇബ്രാഹിം, വിഗ്രഹാരാധനയ്ക്കെതിരെ ശക്തമായി ശബ്ദിക്കുന്ന ഒരു യുവാവ് ഈ നാട്ടിലുണ്ട്. തീർത്തും നിരർത്ഥകമാണതെന്നും സൃഷ്ടിച്ച് സംവിധാനിച്ച് മനുഷ്യന് വേണ്ടതെല്ലാം നൽകി ഇനി ഈ പ്രപഞ്ചത്തെ സംഹരിച്ച് വീണ്ടും പുനരുദ്ധരിക്കുന്ന ഒരു പടച്ചറബുണ്ട്, ആ പടച്ചറബിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുന്ന ധീരനായ ഒരു യുവാവ് ഇവിടെയുണ്ട് എന്ന് ആളുകൾ വേഗത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയിലേക്ക് എത്തിപ്പെട്ടത് എന്തുകൊണ്ടാണ്? വമാ അന മിനൽ മുശ്രികീൻ, ഞാൻ മുശ്രിക്കുകളുടെ കൂട്ടത്തിലായിരുന്നില്ല എന്നതുകൊണ്ടാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ നാട്ടിലുണ്ടായിരുന്ന ശിർക്കിനെതിരെ ശക്തമായി ശബ്ദിക്കുകയും ശരിയായ തൗഹീദിൽ അടിയുറച്ച് മുന്നോട്ടു പോവുകയും ചെയ്ത വ്യക്തിത്വമായിരുന്നു. മക്കയിലെ ബഹുദൈവാരാധകർ, ജൂത ക്രൈസ്തവർ, ഇവരെല്ലാവരും മില്ലത്ത് ഇബ്രാഹിം അവകാശപ്പെട്ടവരായിരുന്നു. പക്ഷെ ഖുർആൻ ആരാണ് മില്ലത്ത് ഇബ്രാഹിമിലുള്ളത് എന്ന് ഖുർആൻ വ്യവച്ഛേദിച്ച് തീർപ്പ് കൽപ്പിക്കുകയുണ്ടായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ആശയാദർശത്തിൽ അദ്ദേഹത്തെ പിന്തുടരുന്നവരും മാത്രമാണ് ഇബ്രാഹിം നബിയുടെ മില്ലത്തിലെന്ന് പറയാൻ കാരണം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കലും ശിർക്കിനെ പ്രൊമോട്ട് ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നില്ല എന്നതുകൊണ്ടാണ്. അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല ഹുജ്ജത്തും ഏറ്റവും നല്ല ഖുവ്വത്തും നൽകുകയുണ്ടായി. സ്വന്തം നാട്ടുകാരോടും സ്വന്തം വീട്ടുകാരോടും സ്വന്തം രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയോടും അള്ളാഹുവിന്റെ വഹ്ദാനിയത്തിനെ പ്രഖ്യാപിച്ച് ആ തൗഹീദിനെ നടപ്പിലാക്കാൻ വേണ്ടി, ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി സന്നദ്ധനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരുപാട്
ഒരുപാട് മഹത്വമുള്ള വ്യക്തിയാണ്. വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ ഖലീലായി സ്വീകരിച്ചിരിക്കുന്നു എന്നാണ്. ഖുല്ലത്ത് എന്ന് പറയുന്നത് അത് വല്ലാത്ത ഒരു പദവിയാണ്. ആ ഒരു പദവി പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് വകവെച്ചു കൊടുത്തു എന്നതാണ് വിശുദ്ധ ഖുർആനിലൂടെ നാം മനസ്സിലാക്കുന്നത്. മനുഷ്യർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ ആദരവുണ്ട്. ആ മനുഷ്യര് പ്രവാചകന്മാർക്ക് പ്രത്യേകതയുണ്ട്. ആ പ്രവാചകന്മാരിൽ അസ്റഫുൽ ഖൽഖായിട്ടുള്ള മുഹമ്മദ് നബിക്ക് പ്രത്യേകതയുണ്ട്. അതോടൊപ്പം ആ പ്രവാചകന്മാരിൽ ഉലുൽ അസ്മിന് പ്രത്യേകതയുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ്. ഒരുപാട് നബിമാരുടെ പ്രപിതാവാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് കൊടുത്തിരിക്കുന്ന വലിയൊരു നിഅമത്തിൽപ്പെട്ടതാണ് പ്രവാചകന്മാരായ നബിമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ സന്തതികളിൽ ജനിപ്പിച്ചു എന്നത്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇമാം ഹാക്കിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അന ദഅവതു അബി ഇബ്രാഹിം, ഞാൻ എന്റെ പിതാവ് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് പ്രവാചകനായതാണ്. എന്താ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത്? റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ജനങ്ങൾക്ക് കിതാബും ഹിക്മത്തും പഠിപ്പിക്കുന്ന പ്രവാചകന്മാരെ എന്റെ സന്തതികളിൽ നിന്ന് നീ നിയോഗിക്കണമേ എന്ന ഖലീലുള്ളയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഞാൻ ഉണ്ടായിരിക്കുന്നത് എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ തൊട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആകാശാരോഹണം നടക്കുന്ന ദിവസം 7ാം ആകാശത്തിൽ ഇബ്രാഹിം നബിയെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുകയുണ്ടായി. ഇബ്രാഹിം നബിയെ കാണിച്ചു കൊടുത്തുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തോട് പറയുകയുണ്ടായി, ഹാദാ അബൂക ഫസല്ലിം അലൈഹി, ഇത് നിങ്ങളുടെ പ്രപിതാവ് ഇബ്രാഹിമാണ്, അതുകൊണ്ട് താങ്കൾ സലാം പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസല്ലംതു അലൈഹി, ഞാൻ ഇബ്രാഹിം നബിക്ക് സലാം കൊടുത്തു. ഫറദ്ദ സലാം, ഇബ്രാഹിം നബി എന്റെ സലാം മടക്കി. ഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മർഹബൻ ബിൽ ഇബ്നി സാലിഹ് വൻ നബിയ്യി സാലിഹ്, എന്റെ സാലിഹായ സന്തതിയെ നിനക്ക് മർഹബ, നിനക്ക് വെൽക്കം. വൻ നബിയ്യി സാലിഹ്, സാലിഹായ നബിയായ സാലിഹായ എന്റെ മകൻ മുഹമ്മദ്, താങ്കൾക്ക് വെൽക്കം എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതായിട്ട് ഹദീസുകളിൽ ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങേയറ്റത്തെ ഹലീമായിരുന്നു, ക്ഷമാലുവായിരുന്നു, അതുപോലെ തന്നെ അവ്വാഹായിരുന്നു, അതുപോലെ തന്നെ ഉമ്മതൻ ഖാനിതൻ ലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വിധേയപ്പെട്ട ഒരു പ്രസ്ഥാനമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയ വ്യക്തിത്വമായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അവിടുത്തെ യഖീന് കൊണ്ടും അവിടുത്തെ ആരാധനയിലുള്ള ശ്രദ്ധ കൊണ്ടും അവിടുത്തെ അങ്ങേയറ്റത്തെ ക്ഷമ കൊണ്ടും ഒക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ അവ്വാഹെന്നും ഉമ്മത്തെന്നും ഖാനിത്തെന്നുമൊക്കെ പേര് വിളിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സ്വന്തം ഭാര്യയെയും സ്വന്തം കുഞ്ഞിനെയും എല്ലാം പടച്ച റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായി എന്നത് അദ്ദേഹത്തിന്റെ ഇസ്ലാമിന്റെ അടയാളമാണ്. നമ്മളും മുസ്ലിമീങ്ങളാണെന്ന് പറയുമ്പോ, ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണ് നമ്മളെന്ന് പറയുമ്പോ, നമ്മുടെ എത്രത്തോളം പടച്ച റബ്ബിന് നമ്മെ സമർപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ അഭിലാഷങ്ങളെ, നമ്മുടെ ഇച്ഛകളെ, നമ്മുടെ സുഖങ്ങളെ, നമ്മുടെ സന്തോഷങ്ങളെ പടച്ച റബ്ബിന് വേണ്ടി ത്യജിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആരുമില്ലാത്ത സഫാ മർവയ്ക്കിടയിൽ ഭാര്യ ഹാജറ ബീവിയെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചു പോയ കഥ നമുക്കെല്ലാവർക്കും അറിയാം. പ്രവാചകൻ ഇബ്രാഹിം നബി തന്റെ ഭാര്യയെ തന്റെ വിശ്വാസത്തിലും തന്റെ അതേ യഖീനിലും വളർത്തിക്കൊണ്ടുവന്ന വ്യക്തിയായിരുന്നു എന്നുകൂടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വിജനതയിൽ ഉപേക്ഷിച്ചു പോന്ന ആ ഒരു ഭാര്യയിൽ നിന്ന് തനിക്ക് കേൾക്കാൻ സാധിച്ച ചോദ്യം, ആ അല്ലാഹു അമറക ബിഹാദായ ഇബ്രാഹിം, ഇബ്രാഹിം അള്ളാന്റെ കൽപ്പന കൊണ്ടാണോ ഇവിടെ ഞങ്ങൾ ഉപേക്ഷിക്കാൻ കാരണം എന്നാണ് ഹാജറ ബിവി ചോദിച്ചത്. അള്ളാന്റെ കൽപ്പനയാണെങ്കിൽ താങ്കൾ മടങ്ങിക്കൊള്ളൂ എന്ന് പറയാൻ മനക്കരുത്ത് കാണിച്ച ആ ഒരു പത്നിയുടെ ഈമാൻ
അവരുടെ തഖ്വ, അവരുടെ പടച്ച റബ്ബിലുള്ള ആ തവക്കുൽ നമ്മുടെ ഇണകളിൽ ജനിപ്പിക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതാണ്. സ്വന്തം മകനെയും ഭാര്യയും ഉപേക്ഷിച്ചു പോകാൻ അദ്ദേഹത്തിന് പ്രേരിപ്പിച്ചത് പടച്ച റബ്ബിനോടുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ് ആയിരുന്നു. തന്റെ മകനെ അറുക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴും കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ച് അവസാന സമയത്ത് തനിക്ക് ലഭിച്ച ആ ഒരു കുട്ടിയെ ഉപേക്ഷിക്കാൻ, കൊല്ലാൻ, അറവ് നടത്താൻ അല്ലാഹ് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അനുസരിക്കാൻ അദ്ദേഹം തയ്യാറാകുമ്പോൾ അവിടെയുള്ള ആ ഒരു വിധേയത്വം, പടച്ച റബ്ബിന് നാം കൊടുക്കുന്ന ആ ഒരു വിധേയത്വം, ഹയ്യ അലസ്സലാ എന്ന് പള്ളി മിനാരത്തിൽ നിന്ന് വിളിക്കുമ്പോൾ ഒരു സമർപ്പണമാണ് ആ പള്ളിയിലേക്കുള്ള നടത്തത്തിലുണ്ടാകുന്നത്. വസ്ത്രത്തിലും വേഷത്തിലും സൗന്ദര്യത്തിലും ബന്ധങ്ങളിലും സാമ്പത്തികത്തിലും ജീവിതത്തിലുടനീളം എന്റെ റബ്ബ് പറഞ്ഞതാണ് ഞാൻ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു സമർപ്പണമാണ്. ഞാൻ എന്റെ റബ്ബിനെ സമർപ്പിക്കുകയാണ് എന്ന ആ ഒരു സമർപ്പണത്തിന്റെ മനസ്സ് നമ്മിലുണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്കില്ലാതെ പോകുന്നുണ്ടോ? നമ്മളും ഫാഷന്റെയും ട്രെൻഡിന്റെയും മോഡലിന്റെയും DJ പാർട്ടികളുടെയും ഓരോ വ്യക്തികൾക്ക് കൂക്കി വിളിക്കാൻ വേണ്ടി നമ്മളും ആ സദസ്സുകളിൽ സന്നിഹിതരായി ആരുടെയൊക്കെയോ അടിമകളായി, ആരുടെയൊക്കെയോ ചിന്തകൾ കൊണ്ട്, തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്നവരായി നമ്മൾ മാറുന്നുണ്ടോ? നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് പറയുന്ന തത്വത്തിന് പിന്നാലെയാണോ നാം ഉള്ളത്? അതല്ല, നാടെങ്ങോട്ടോടിയാലും ഞാൻ റബ്ബിന്റെ കൂടെ മാത്രമേ ഓടൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്നതാണ് ചരിത്രങ്ങൾ സ്മരിക്കുമ്പോൾ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതായിട്ടുള്ളത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ജീവിതത്തിൽ ഒരുപാട് സഹിച്ച വ്യക്തിയാണ്, ത്യജിച്ച വ്യക്തിയാണ്. എന്തെല്ലാം തരത്തിൽ അല്ലാഹു പരീക്ഷിച്ചപ്പോഴും മറുത്തൊന്ന് പടച്ച റബ്ബിന് ഇഷ്ടമില്ലാത്ത വാക്കു പറയാതെ ശാകിറൻ ലിഅൻഉമിഹി നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ശുക്ർ കാണിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം മാറിയെന്ന് മാത്രമല്ല, സ്വന്തം കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിച്ച അദ്ദേഹം, നാടിനു വേണ്ടി പ്രാർത്ഥിച്ച അദ്ദേഹം, സമൂഹത്തിന് വേണ്ടി, ഭാവിയിൽ വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച അദ്ദേഹം പടച്ച റബ്ബിൽ വലിയൊരു അഭയമായി കണ്ടെത്തിയതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു വ്യക്തിയായി തിരഞ്ഞെടുക്കുകയും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ടെന്നും ആ മാതൃകയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും ആ മൻഹജിനെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. സലാമുൻ അലൈക, താങ്കളുടെ മേൽ സമാധാനമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി. മാത്രവുമല്ല, അദ്ദേഹത്തിനുള്ള ആദരവും അദ്ദേഹത്തിനുള്ള സ്ഥാനവും വകവെച്ചു കൊടുത്തത് ധാരാളം ഹദീസുകളിലൂടെ, ആയത്തുകളിലൂടെ നമുക്ക് വായിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു മഹാപ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കതിലുള്ള മാതൃകയെ, അതിലുള്ള പാഠങ്ങളെ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. ആ പ്രവാചകന്റെ പ്രാർത്ഥന സ്വന്തം സമൂഹത്തിനും സ്വന്തം മക്കൾക്കും വേണ്ടി, വജ്നുബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, എന്നെയും എന്റെ മക്കളെയും മരിക്കോളം തൗഹീദിൽ ഉറപ്പിച്ചു നിർത്തണേ, ശിർക്കിലേക്ക് കൊണ്ടുപോകല്ലേ എന്ന ആ ഒരു പ്രാർത്ഥന നമുക്കെല്ലാവർക്കും വലിയൊരു പാഠമാണ്. അദ്ദേഹത്തിന്റെ കീഴൊതുക്കം നമുക്ക് വലിയൊരു പാഠമാണ്. അല്ലാഹുവേ, മുസ്ലിമായിട്ടല്ലാതെ മരിപ്പിക്കല്ലേ എന്ന ആ ഒരു പ്രാർത്ഥന, സ്വന്തം മക്കളെ വിളിച്ചു വരുത്തിയിട്ട് മക്കളെ മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുതേ എന്ന് നടത്തിയ ആ ഒരു പ്രാർത്ഥന, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പരിശുദ്ധ കഅബാലയം ആരാധനയുടെ കേന്ദ്രം പടുത്തുയർത്തുമ്പോൾ നമ്മുടെ അജണ്ടയിലും അള്ളാഹുവിന്റെ ഭവനങ്ങൾ പടുത്തുയർത്തണം എന്നതും ആ ഭവനത്തെ സംരക്ഷിക്കണമെന്നതും ഉണ്ടാകണമെന്ന ഒരു പാഠം, അതോടൊപ്പം പടച്ച റബ്ബേ സ്വീകരിക്കണമേ എന്ന ആ ഒരു ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ നമ്മിൽ നിന്ന് ഉണ്ടാകണം എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് വലിയ പാഠങ്ങളാണ്. അവിടുത്തെ പ്രാർത്ഥനകൾ തന്നെ വലിയ കാര്യമാണ്. റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയത്തി, അല്ലാഹു എന്നെയും എന്റെ മക്കളെയും നിസ്കാരം നിലനിർത്തുന്നവരാക്കി മാറ്റണേ എന്ന അവിടുത്തെ ആ ഒരു പ്രാർത്ഥനയെല്ലാം സഹോദരന്മാരെ നമ്മളെല്ലാവരും പാഠമാക്കേണ്ടതാണ്. സ്വർഗത്തിലേക്ക് സ്വന്തം കുടുംബത്തെ കൂടെ കൊണ്ടുപോകാനുള്ള അവിടുത്തെ ആ ഒരു ശ്രമവും ആ ഒരു പരിശ്രമവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ആ ഖലീലുള്ള ഇബ്രാഹിം നബിയുടെ പാഠത്തെയും അവിടുത്തെ ജീവിതക്രമത്തെയും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ നാം ഏവരും പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തരത്തിലും പ്രവാചകന്മാരുടെ സൽഗുണ സമ്പന്നതയെ
സ്വന്തം ജീവിതത്തിന്റെ സൽഗുണങ്ങളാക്കി മാറ്റാൻ അവർ വെട്ടിത്തെളിയിച്ചു തന്ന ആ ഒരു വഴിയിൽ നിന്ന് ഒരിക്കലും ചാഞ്ചാട്ടമില്ലാതെ വക്രതയില്ലാതെ ശരിയായ ആ സ്വർഗത്തിന്റെ പാതയിൽ മുന്നോട്ടു പോകാൻ, ആ പ്രവാചകന്മാരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ, അവർക്കുള്ള എല്ലാ സൽഗുണങ്ങളെയും നമ്മുടെ ജീവിതത്തിലും കൊണ്ടുവരാൻ പടച്ചറബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന് മുന്നിൽ എല്ലാ നിലക്കും മാതൃകയായി നിയോഗിച്ചയച്ചവരാണ് പ്രവാചകന്മാർ. കലയുടെ പേരിൽ, സാഹിത്യത്തിന്റെ പേരിൽ, പലവിധ ആഘോഷങ്ങളുടെ പേരിൽ, പലവിധ കഴിവുകളുടെ പേരിൽ, സ്കില്ലുകളുടെ പേരിൽ നമ്മൾ ഒരുപക്ഷെ പലരെയും ഇഷ്ടപ്പെടുന്നുണ്ടാകാം. പലരുടെയും കലകളെ നാം കാണാനും കേൾക്കാനും അനുഭവിക്കാനുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവാം. പക്ഷേ സ്വർഗമാഗ്രഹിച്ച് സ്വർഗത്തിനു വേണ്ടി മുന്നൊരുക്കം നടത്താൻ പടച്ചറബ് നമുക്ക് അനുഗ്രഹിച്ചു നൽകിയ ഈ ജീവിതകാലത്തെ നാം ആരുടെ മാർഗം പിൻപറ്റിക്കൊണ്ടാണ് ചിട്ടപ്പെടുത്തേണ്ടത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം, ഒരിക്കലും ഏതെങ്കിലും വിഷയത്തിൽ നമുക്ക് മോശപ്പെട്ട ഒരു രീതിയോ രൂപമോ ശൈലിയോ ചിട്ടയോ ദുശ്ശീലങ്ങളോ ഒന്നും കൊണ്ട് ജീവിതം മലീമസമാക്കപ്പെടാത്ത പ്രവാചകന്മാരെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു ഖുർആനിൽ ഇബ്രാഹിം നബിയിൽ നിങ്ങൾക്ക് പാഠമുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ് നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുള്ളത് എന്ന് പറയുമ്പോൾ, ട്രെൻഡുകൾ മാറി വരുന്ന കാലത്ത് ജീവിക്കുന്ന നാം ഏത് ട്രെൻഡിനെയാണ്, ആരുടെ രീതിയെയാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് നാം ആലോചിക്കേണ്ടതാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പടച്ചറബിന് ഞാൻ എന്നെ എല്ലാ നിലക്കും സമർപ്പിച്ചിരിക്കുന്നു എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് വഴി കാണിക്കാൻ വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാ നിലക്കും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കാനും അവിടുത്തെ വിലക്കുകൾ മാറ്റിവെക്കാനും അവിടുന്ന് എങ്ങനെ അള്ളാനെ ആരാധിച്ചുവോ അങ്ങനെ ആരാധിക്കുവാനും ഒക്കെ ഞാൻ സന്നദ്ധനാണ് എന്നുമുള്ള പ്രഖ്യാപനമാണ്. ഇത് പ്രഖ്യാപിച്ച നമ്മെ കാണുമ്പോൾ വ്യത്യസ്ത രൂപമായിരിക്കരുത്. കാരണം നമ്മുടെ മാതൃക ഒന്നാണ്, അത് നബിയാണ്. അതുകൊണ്ട് നമ്മുടെ വേഷം, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ മുടി, നമ്മുടെ പാന്റും ഷർട്ടും അല്ലെ, നമ്മുടെ അങ്ങനെ തുടങ്ങി ഓരോ രംഗവും ഖുർആനും സുന്നത്തും പഠിപ്പിച്ചതുപോലെ ആയിരിക്കേണ്ടതുണ്ട്. ആ വഴിയാണ് നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി. പ്രവാചകന്മാർ അല്ലാഹു നിയോഗിച്ചത് 3 കാര്യത്തിനാണ്. 1, അല്ലാഹുവിനെ പരിചയപ്പെടുത്താൻ. 2, അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള വഴികൾ പഠിപ്പിക്കാൻ. 3, അല്ലാഹുവിലേക്ക് അടുത്താൽ ലഭിക്കാനിരിക്കുന്ന സ്വർഗത്തെക്കുറിച്ച് സുവിശേഷം അറിയിക്കാൻ. അല്ലാഹുവിൽ നിന്ന് അകന്നുപോയവർക്ക് വരാനിരിക്കുന്ന ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ. ഈ 3 കാര്യങ്ങളെ ചുറ്റിപ്പറ്റിയാണ് അംബിയാക്കളുടെ ദഅവത്തുർ റുസുൽ. ഈ 3 കാര്യങ്ങളെ ചുറ്റിപ്പറ്റിയാണുള്ളതെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാലം മാറി വരികയാണ്. ഓരോ കാലത്ത് ഓരോ വ്യക്തികൾ സ്റ്റേജിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുമൊക്കെ ചർച്ചയും ട്രെൻഡുമായി ഫേമസുമായി മാറുമ്പോൾ അവരുടെ പിന്നാലെ ആർത്തു വിളിക്കാനും കൂക്ക് വിളിക്കാനും ഇറങ്ങിപ്പുറപ്പെടുന്ന മുസ്ലിമീങ്ങളായ നമ്മൾ ചിന്തിക്കേണ്ടത്, അള്ളാന്റെ റസൂലിന്റെ കാലത്തുമുണ്ടായിരുന്നു ഇതുപോലത്തെ പലതരത്തിലുള്ള ഡാൻസും കൂത്തും പാട്ടും പലതരത്തിലുള്ള DJ പാർട്ടികളും അന്നത്തെ വേർഷൻ അവിടെ ഉണ്ടായിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ വന്ന് നിസ്കരിച്ചിട്ട്, ഇശാ നിസ്കരിച്ചിട്ട്, ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു DJ പാർട്ടി ഉണ്ട്, എല്ലാവരും അവിടേക്ക് എത്തുക എന്ന് അനൗൺസ് ചെയ്തിരുന്നില്ല. ഒരു സ്വഹാബിയും അത്തരം സദസ്സുകൾ ചെന്നിരുന്നിട്ടില്ല. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും പോയിട്ടില്ല.
അതിലൊന്നും പോകാത്തതുകൊണ്ട് നബിക്കും സ്വഹാബത്തിനും ഒരു ചുക്കും നഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമല്ല, ഈ ലോകത്തോട് വിട പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബത്തിനെ കുറിച്ച് പറഞ്ഞത് ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. നിങ്ങളുടെ ഈമാനിനെ, നിങ്ങളുടെ കർമ്മത്തെ നിങ്ങൾ ചിട്ടപ്പെടുത്തേണ്ടത് ഈ സ്വഹാബത്തിന്റെ രൂപത്തിലാണ്, ഈ സ്വഹാബത്തിനെ പോലെയാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളോട് പഠിപ്പിച്ചത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, കാലവും ട്രെൻഡുകളും മാറി വരുമ്പോൾ എന്തിനാണ് ഓടുന്നതെന്നറിയാതെ പലരുടെയും പിന്നാലെ അന്തം വിട്ട് ഓടുന്ന അവസ്ഥയിൽ നിന്ന് കോമൺ സെൻസുള്ള മുസ്ലിമീങ്ങൾ മാറി ചിന്തിക്കാനും, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എന്നും എവിടേക്കാണ് പോകുന്നത് എന്നും ഞാൻ ആരെയാണ് ഫോളോ ചെയ്യേണ്ടത് എന്നും എന്റെ സമയവും എന്റെ ആരോഗ്യവും ആർക്കു വേണ്ടിയാണ് വിനിയോഗിക്കേണ്ടത് എന്നും തികഞ്ഞ ചിന്തയോടുകൂടെ നിലപാടുകൾ ചിട്ടപ്പെടുത്താൻ നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ പരലോകത്ത് വെച്ച് ആളുകൾ പറയും, യാ ലൈതനി ഇത്തഖത്തു മഅർ റസൂലി സബീല, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഒരു മാർഗം സ്വീകരിച്ചാൽ നന്നായിരുന്നു. ഞാൻ പാട്ടുകാരുടെ കൂടെയായിരുന്നു, സിനിമയുടെ പിന്നാലെയായിരുന്നു, ട്രെൻഡിന്റെ പിന്നാലെയായിരുന്നു, എന്റെ ഫ്രണ്ട്സിന്റെ കൂടെയായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലാത്ത ഒരു പരലോകം വരാനിരിപ്പുണ്ട്. അതിനെ നിഷേധിച്ചവരും കളിയാക്കിയവരുമൊക്കെ പരലോകത്ത് വെച്ചു പറയുന്നത്, ഞങ്ങൾ നശിച്ചുപോയല്ലോ, ഞങ്ങൾ വഴികേടിലായല്ലോ, ഞങ്ങൾക്ക് അബദ്ധം സംഭവിച്ചല്ലോ, ഞങ്ങൾ അശ്രദ്ധയിലായല്ലോ എന്നൊക്കെയാണ്. ഭൂമിയിൽ വെച്ച് എപ്പോഴാണ് ഈ അന്ത്യദിനം കൊണ്ടുവാ എന്ന് വലിയ വായക്ക് വീമ്പളക്കിയവര് നാളെ പരലോകത്ത് വന്നിട്ട് നഖം കടിച്ചിട്ട്, കൈ കടിച്ചിട്ട്, മുഖം കമഴ്ത്തിപ്പിടിച്ചിട്ട്, നിരാശപ്പെട്ടിട്ട്, കണ്ണ് നീലവർണ്ണത്തിലായിട്ട്, പേടിച്ച് ഭയവിഹ്വലരായിട്ട് അവർ പറയുന്ന വാക്ക്, ലൗ അന്നലീ ഖർറതൻ, ഒരു മടക്കം ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ നല്ലവരായി മാറുമായിരുന്നേനെ എന്നാണ്. ആ വ്യാമോഹത്തിന്റെ വാക്കുകൾ പറയുന്ന ഹതഭാഗ്യരാകാതിരിക്കാൻ നബിമാരുടെ ചരിത്രം പഠിക്കാനും ആ മാർഗത്തെ ഫോളോ ചെയ്ത് ആത്മാഭിമാനത്തോടെ, തന്റെ ഇടത്തോടെ, ധീരതയോടെ, പക്വതയോടെ, അല്ലാഹുവിലുള്ള വിശ്വാസത്തിലും തവക്കുലോടുകൂടെ ആർജവത്തോടെ പ്രഖ്യാപിക്കാൻ സാധിക്കണം, ഞാനൊരു മുസ്ലിമാണ് എന്ന്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സുഹൃത്തുക്കളെ, വിശപ്പിലാണ് ഫലസ്തീൻ. ആർക്കും ചെറുക്കാൻ കഴിയാത്ത വിധം കവാടങ്ങൾ കൊട്ടിയടക്കപ്പെട്ടിരിക്കുകയാണ്. 18 മാസങ്ങളായി കുടിക്കാൻ വെള്ളമില്ല, അവർക്ക് വൈദ്യുതിയില്ല, ഫോൺ ബന്ധങ്ങളില്ല, മതിയായ ചികിത്സകൾക്ക് ഹോസ്പിറ്റലില്ല, ഉള്ള ഹോസ്പിറ്റലിൽ ഡോക്ടർമാരില്ല, നഴ്സുമാരില്ല, ഡോക്ടറും നഴ്സും ഉള്ളിടങ്ങളിൽ അവർക്ക് വേണ്ട മരുന്നില്ല, അനസ്തേഷ്യ കൊടുക്കാനുള്ള മരുന്ന് പോലുമില്ലാതെ പച്ചയായ മനുഷ്യരുടെ ബോധത്തിൽ കിടക്കുന്നവരുടെ ദേഹത്താണ് ശസ്ത്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു നാളിൽ വിജയം വരിക്കും എന്ന പ്രതീക്ഷ നമുക്കുള്ളതോടൊപ്പം നാം ജീവിക്കുന്ന ഈ മണ്ണ്, ഈ ഭൂമിയുടെ ഒരു ഭാഗത്ത് സമാധാനം നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ മറുഭാഗം തേങ്ങലും വീർപ്പുമുട്ടലും വിഷമങ്ങളുമാണെന്ന ബോധം നമ്മൾ ഒരിക്കലും വിസ്മരിച്ചുകൂടാ. നമ്മുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും ഉണ്ടാകണം അത്തരം ബലഹീനരായ ആളുകൾ. പടച്ചറബ് അവർക്ക് രക്ഷയും ആശ്വാസവും പ്രദാനം ചെയ്യുമാറാവട്ടെ. മനുഷ്യരെ കൂട്ടക്കുരുതി നടത്തിയിട്ട് മീഡിയയെ പണം കൊടുത്ത് വിലക്ക് വാങ്ങി ഞങ്ങൾ സേവനം നടത്തുന്നു, ഞങ്ങൾ വലിയ വലിയ വികസനങ്ങൾ നടത്തുന്നു, സമൂഹത്തിന്റെ നന്മയ്ക്കു വേണ്ടി പണിയെടുക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഇത്തരം കാബാലികന്മാർക്ക് പടച്ചറബ് കനത്ത തിരിച്ചടി പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രാർത്ഥിക്കണം നമ്മൾ അവർക്ക് വേണ്ടി. അതോടൊപ്പം സുഹൃത്തുക്കളെ, നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കണം. പടച്ചറബ് നമുക്ക് നിർഭയത്വം നൽകിയിട്ട്, ആരോഗ്യം നൽകിയിട്ട്, സമ്പത്ത് നൽകിയിട്ട്, സൗകര്യങ്ങൾ നൽകിയിട്ട് അല്ലാഹുവിന്റെ ഭൂമിയിൽ എന്താണ് നാം കൊണ്ടുവന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മഴയെ നമുക്ക് കുറ്റം പറയാം, മഴ പെയ്യിക്കാൻ നമുക്കാകുമോ? മഴ പെയ്ത് ഭൂമിയുടെ അന്തർഭാഗങ്ങളിൽ നമുക്ക് വേണ്ട വെള്ളത്തെ ഒളിപ്പിച്ചു വെക്കാൻ നമുക്കാകുമോ? ആ മഴയെ ഊറ്റിക്കുടിച്ച് ഭൂമിയിൽ നിന്ന് വിത്ത് മുളപ്പിക്കാൻ നമുക്കാകുമോ? നാം എങ്ങനെ കുറ്റം പറയും? ലാ തസുബ്ബുദ്ദഹർ ഇന്നമാ അനദ്ദഹർ. ഒരു വാക്കുകൊണ്ടുപോലും മഴയെ നാം ശപിച്ചുകൂടാ. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു നിഅമത്താണിത്. ഒരിക്കലും നമ്മൾ അതിനെ മോശമായി പറയാൻ പാടില്ല.
ശുക്ർ കാണിക്കാൻ നമുക്കാകണം. കഴിഞ്ഞ ദിവസം എന്റെ മോൻ എന്നോട് ചോദിച്ചു, എന്തിനാ സൂര്യൻ ഇങ്ങനെ നമുക്ക് വെളിച്ചം തരുന്നത്? അപ്പോഴാണ് എന്റെ മനസ്സിൽ ഞാൻ ആലോചിച്ചത്, സൂര്യനില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? സൂര്യനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോണത്. ആ സൂര്യനെ പടച്ച റബ്ബ് പ്രകാശിപ്പിച്ചില്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും സുഹൃത്തുക്കളെ? അല്ലാഹ് തരാത്ത എന്താണ് നമുക്കുള്ളത്? പടച്ച റബ്ബിന്റെ വിളി കേൾക്കാതെ ജീവിക്കുന്നവര്, തോന്നിയാസം ചെയ്ത് ജീവിക്കുന്നവര്, മതത്തെ ഒരു താൽക്കാലികമായൊരു സെറ്റപ്പായി കാണുകയും സ്വന്തം ജീവിതം മറ്റു പലതിനും വേണ്ടി മാറ്റിവെക്കുകയും ചെയ്യുന്ന ആൾക്കാർ ചിന്തിക്കണ്ടേ? അതുകൊണ്ട് ശുക്റുള്ളവരാകണം. ഈ നിഅമത്തൊക്കെ നീങ്ങിപ്പോകാൻ നിമിഷങ്ങൾ മതി. റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ നിർഭയരായി സ്വസ്ഥമായി കഴിച്ചുകൂട്ടുകയായിരുന്നു. അവരുടെ സമാധാനവും സ്വസ്ഥതയും നിമിഷങ്ങൾ കൊണ്ടാണ് മാറി മറിഞ്ഞത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ശുക്റുള്ളവരാകാനും പടച്ചറബിന് വഴിപ്പെടാനും കൂടുതൽ അള്ളാഹിലേക്ക് അടുക്കുവാനും ചെയ്ത പാപങ്ങൾ പടച്ചറബിലേക്ക് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യുവാനും അഫ്ളലു അയ്യാമി ദുനിയ അയ്യാമുൽ അശ്ർ, ഏറ്റവും മഹനീയമായ ദിവസങ്ങളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ദിവസങ്ങളെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താനും നമ്മളെല്ലാവരും ശ്രമിക്കുകയും അള്ളാഹുവിന്റെ ദീനിന്റെ അവിടുത്തെ പ്രവാചകന്മാരുടെ മാർഗത്തെ പിൻപറ്റി മുന്നോട്ട് പോകാനും നമ്മളെല്ലാവരും ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ഒരുപാട് രോഗികൾ പല ചികിത്സയിലുണ്ട്. ഞാൻ ഇങ്ങോട്ട് കയറുമ്പോൾ എന്നോട് പറഞ്ഞത് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരും അല്ലാത്തവരുമായിട്ടുള്ള മുഴുവൻ രോഗികൾക്കും അള്ളാഹു ശിഫാഉൻ ആജിൽ സമ്മാനിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നാടിനെയും ഒക്കെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും ഇണക്കത്തോടെയും മരണം വരെ കഴിച്ചുകൂട്ടാനും മരണാനന്തരം പടച്ചറബിന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ചുകൂടാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. നമ്മുടെ രാജ്യത്ത് അള്ളാഹു സമാധാനവും സന്തോഷവും നിലനിർത്തി തരുമാറാവട്ടെ. അനൈക്യവും ചിത്രതയും കലാപവും അള്ളാഹു സുബ്ഹാനഹു വ തആല ചെറുക്കുമാറാവട്ടെ. അത്തരം തന്ത്രങ്ങൾ അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു പലസ്തീനികൾക്ക് ആശ്വാസവും സമാധാനവും രക്ഷയും സ്വതന്ത്രവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്ക് നഷ്ടപ്പെട്ടു പോയ അവരുടെ ഇജ്ജത്തിനെ, അവരുടെ അധികാരത്തെ, അവരുടെ സ്വത്തിനെ അള്ളാഹു അവർക്ക് തിരിച്ചു കൊടുക്കുമാറാവട്ടെ. അവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തിയ, അവരുടെ ജീവനുകളെ ഹനിച്ചു കളഞ്ഞ, അവരിലെ പിഞ്ചുമക്കളെ പട്ടിണിക്കിട്ട് കൊന്ന ഇസ്രായേലിന് അള്ളാഹു കനത്ത തിരിച്ചടി പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ലോകത്തെല്ലായിടത്തും സമാധാനവും ശാന്തിയും സ്വസ്ഥതയും ഐക്യവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കുമാറാവട്ടെ. ശുഷ്കമായ കാലഘട്ടത്തെ പടച്ചറബിന്റെ ദീനിന് വേണ്ടി മാറ്റിവെക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചറബ് നമുക്ക് നൽകിയ എല്ലാറ്റിലും ബർക്കത്തും കൺകുളിർമയും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു ദീനുള്ള മക്കളാക്കി നമ്മുടെ മക്കളെ മാറ്റുമാറാവട്ടെ. സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഫിത്നകളെ ചെറുക്കാൻ അള്ളാഹു നമുക്ക് കരുത്തു പ്രദാനം ചെയ്യുമാറാവട്ടെ. ദഅ്വാ രംഗത്തെ ശക്തമാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് പരിശുദ്ധ റമദാൻ, പരിശുദ്ധ ഈദുൽ അദ്ഹ സമാഗതമാവുകയാണ്. അടുത്ത വെള്ളിയാഴ്ചയായിരിക്കും അറഫ നോമ്പ്. ആ അറഫ നോമ്പ് ഈ പള്ളിയിലിരിക്കുന്ന മുഴുവൻ ആളുകളും, നാളെ ഓൺലൈനിൽ ഈ പ്രഭാഷണം കേൾക്കുന്ന, ഈ ഖുത്ബ കേൾക്കുന്ന മുഴുവൻ ആളുകളും ആ അറഫ നോമ്പ്, കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ ഒരു കൊല്ലത്തെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള വഴിയാണ് ആ ഒരു അറഫ നോമ്പ്. അതുകൊണ്ട് ആ നോമ്പ് നിർവഹിക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് സാന്ദർഭികമായി പറയാൻ മറന്നുപോയൊരു കാര്യം, നമ്മുടെ ഈദിന്റെ നമസ്കാരം രാവിലെ 7 മണിക്ക് പള്ളിയിൽ വെച്ചായിരിക്കും. റെയിനി സീസൺ ആയതുകൊണ്ട് നമ്മൾ എല്ലാവരും നേരത്തെ തന്നെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറിനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി ഖാദിൽ ഹജാത്. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.